അൻഷിത തമിഴ് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായോ? രാവിലെ മുതലേ ഒത്തിരി മെസ്സേജസ് അയക്കുന്നുണ്ട് ഒത്തിരി പേര്. അൻഷിത ഔട്ടായോ, അൻഷിത ഔട്ടായോ, അൺഫെയർ അല്ലേ ഇത്? പറയാം. ബിഗ് ബോസ് തമിഴ് സീസൺ 8 നിന്നും ആരാണ് ഈ ആഴ്ച എവിക്റ്റ് ആയിരിക്കുന്നത്? സിംഗിൾ എവിക്ഷൻ ആണോ അതോ രണ്ട് പേർ ഡബിൾ എവിക്ഷൻ ആണോ സംഭവിച്ചിരിക്കുന്നത്? എന്തായാലും എവിക്ഷൻ്റെ അപ്ഡേറ്റ് അറിഞ്ഞിരിക്കുകയാണ്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ ആഴ്ചത്തെ എവിക്ഷനിൽ മൊത്തം 7 പേരുണ്ടായിരുന്നു. അൻഷിത, ജെഫ്രി, ജാക്ലിൻ, മഞ്ജരി, റാണവ്, വിശാൽ, പവിത്ര, ഇവർ 7 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞത് 2 പേര് ഔട്ടായെന്നാണ്. 2 പേര് എവിക്റ്റഡ് ആയി. സാറ്റർഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ്ങിൽ ജെഫ്രി ഔട്ടായി. ഓക്കെ, സാറ്റർഡേയിലത്തെ എപ്പിസോഡ്, അതായത് ഇന്ന് ടി വിയിൽ വരുന്ന എപ്പിസോഡിൽ ജെഫ്രി ഔട്ടായത് നമുക്ക് കാണാൻ പറ്റും. സൺഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ടിൽ അൻഷിത ഔട്ടായിരിക്കുകയാണ്. ആ സെക്ഷൻ കഴിഞ്ഞു, ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ കാണുമല്ലോ, കുറച്ച് നേരം കൂടി ഷൂട്ട് കാണും. അപ്പം സൺഡേയിലത്തെ എപ്പിസോഡിൽ ഔട്ടായിരിക്കുന്നത് അൻഷിതയാണ്. അപ്പം ഒത്തിരി പേര് രാവിലെ പോലെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചാൽ ഇതുവരെ ഇല്ലാത്ത ഒരു എവിക്ഷൻ അപ്ഡേറ്റ് ഇടുന്ന ആൾക്കാർ എന്താണ് ഇങ്ങനെ നോക്കിയിരുന്നത്. അപ്പോൾ ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു സാധനം, ഒരു 80 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫെയറും അൺഫെയർ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുക, അങ്ങ് ഔട്ടായിക്കൊണ്ടേ ഇരിക്കും. തമിഴ് ബിഗ് ബോസിൽ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു വിചിത്രയുടെ എവിക്ഷനൊക്കെ. പക്ഷേ ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. അൻഷിത ആയാലും ജെഫ്രി ആയാലും, ഇപ്പൊ 2 പേര് ഔട്ടായാലും 2 പേരെ വെച്ച് പറയാം. അൻഷിത ആയാലും ജെഫ്രി ആയാലും ഈ നോമിനേഷൻ ലിസ്റ്റിലുള്ള വിശാലിനെക്കാളും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ജെഫ്രിയൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ ആ ചെങ്കലിന്റെ ടാസ്കിൽ എന്തോ കളിയായിരുന്നു, മരിച്ചു കിടന്ന കളിയായിരുന്നു. വിശാൽ ആ സമയത്ത് ക്യാപ്റ്റൻ ആയിരുന്നു. ആ സമയത്ത് വിശാലെന്ന് ഒന്നുമേ കളിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് വിശാലിനെക്കാളും ബെറ്റർ ആണ് അൻഷിതയും ജെഫ്രി എന്ന് തോന്നിയിട്ടുണ്ട്. പവിത്രയെക്കാളും ബെറ്റർ ആണ് അൻഷിതയും ജെഫ്രി എന്നും തോന്നിയിട്ടുണ്ട്. 2 പേരുടെയും കേസാണ് പറയുന്നത്. അൻഷിതയും ജെഫ്രിയും തോന്നിയിട്ടുണ്ട്. പിന്നെ റാണവുണ്ട്, മഞ്ജരിയുണ്ട്, ജാക്കലിനുണ്ട്. റാണവ് ഇപ്പം കൈവയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ കേസൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും റാണവ് കൂടുതലും ഇറങ്ങി കളിക്കാതെ മൈൻഡ് ഗെയിമും അലപ്പുമാണ് റാണവിൻ്റെ പരിപാടി. മഞ്ജരിയും ജാക്കലിനും എന്തായാലും ഓൾറെഡി സേവ്ഡ് ആവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ വന്നു. എന്തായാലും അൻഷിതയുടെയും ജെഫ്രിയുടെയും എവിക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പേരിൽ ഒരു 50 ഫെയറും 50 അൺഫെയറും ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഓക്കെ, അൻഷിതയും ജെഫ്രി ഓക്കെ, കാരണം ഇപ്പോഴല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ അവർ ഔട്ടാവും. അതിനപ്പുറത്തോട്ട് അവർ പോകത്തില്ല. ഇതുവരെ അവർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിനകത്ത് നിന്ന് 2-3 പേരുടെ പോകാൻ പോകുന്നത് അടുത്ത ആഴ്ച വരുമ്പോൾ റയാൻ പോവും, അതിൻ്റെ തൊട്ട് റയാന് പോവും, പിന്നെ നമ്മുടെ പവിത്ര പോവും, അങ്ങനെ കുറച്ച് പേര് പോകാൻ ചാൻസ് ഉണ്ട്. വിശാൽ പോവും. അപ്പോൾ എന്തായാലും ഇപ്പോഴല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച അൻഷിതയുടെ എവിക്ഷൻ എന്ന് പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഒന്നുകിൽ ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും അൻഷിത ആയാലും ജെഫ്രി ആയാലും ഔട്ട് ആയേ പറ്റുള്ളൂ. കാരണം ഇവർക്ക് 98 ദിവസത്തിന് അപ്പുറത്തോട്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. 91 തന്നെ ഇവർ എത്തുന്നേ ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഡബിൾ എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി എപ്പിസോഡിൽ കാണാം. ഇന്ന് രാത്രി ജെഫ്രി ഔട്ട് ആവുന്നത് അറിയാം. നാളെ രാത്രിയിലത്തെ എപ്പിസോഡിൽ അൻഷിത ഔട്ട് ആവുന്നതും കാണിക്കും. ഓക്കെ, അപ്പം അടുത്ത ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.